ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹാലേലൂയ. ഒരുമിച്ച് പറഞ്ഞേ ഹാലേലൂയ. ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞേ ഹാലേലൂയ. ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന വേണ്ടി കാഴ്ചവെക്കുന്നത് നിയോഗമായിട്ട് 12 പേരാണ് നിയോഗം സമർപ്പിച്ചിരിക്കുന്നത്. അവരുടെ നിയോഗം സമർപ്പിച്ചാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിയോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിയോഗം അയച്ചാൽ മതി. 12 പേരുടെ നിയോഗമായിരിക്കും നമ്മളൊരു ശുശ്രൂഷയ്ക്കായിട്ട് എടുത്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നിയോഗം വെച്ച് ഞാൻ ഇനി ഉള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ നിയോഗം ആവശ്യമുള്ളവർ, പ്രാർത്ഥനാ നിയോഗം ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ നിയോഗം സമർപ്പിക്കണം കേട്ടോ. ഒരുമിച്ച് പറഞ്ഞേ ഹാലേലൂയ. ഇന്ന് നമ്മൾ നിയോഗം സമർപ്പിക്കുന്നത് അമലിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി, സുനിത രാജുവിൻ്റെ സ്ഥലം വിറ്റ് പോകുന്നതിന് വേണ്ടി, മേബിൾ ടീച്ചറിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, അലീന സൈറസിൻ്റെ ജോലി സ്ഥിരതയ്ക്ക് വേണ്ടി, അനുക്കുട്ടൻ്റെ എക്സാം വിജയിക്കുന്നതിന് വേണ്ടി, ആൻസി സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടി, ജോസഫിൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടി, ലിനി ജോർജിൻ്റെ പുതിയ സ്ഥലത്തെ ജോലി മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിഷയുടെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറുന്നതിന് വേണ്ടി, ടെസ്സിയുടെ സ്ഥലം വിറ്റുപോകുന്നതിന് വേണ്ടി, വിമലിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ആൻസിയുടെ സ്ഥലം വിറ്റുപോകുന്നതിന് വേണ്ടി, ഇവരുടെ 12 നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹാലേലൂയ. ഒരുമിച്ച് പറഞ്ഞ ഹാലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. ഹാലേലൂയ. കർത്താവിൻ്റെ വചനം പറയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. അപ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നമുക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾക്കൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, ഒരു ഭാരം കടന്നു വരുമ്പോൾ, ഒരു പ്രയാസം കടന്നു വരുമ്പോൾ വചനം പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. ഈ വചനത്തിൻ്റെ അത്ഭുതമായ ശക്തി എല്ലാവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ നിയോഗമായിട്ട് സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.